സ്വാഗതം. എയ്ഡും റിസാല അപ്ഡേറ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ ഡിസ്കഷനിലേക്ക് നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകരായ CL തോമസും KJ ജേക്കബുമാണ്. ദി കേരള സ്റ്റോറി ഇടുക്കി രൂപതയുടെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത് അതിന് ന്യായമായി പറഞ്ഞത് ബോധവൽക്കരണത്തിനാണ് എന്നാണ്. വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു. അതിന് തൊട്ടുപുറകെ ഇപ്പോൾ താമരശ്ശേരി രൂപത അത് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് പ്രദർശിപ്പിക്കുന്നത് എന്നവർ പറയുന്നു. ഇതേപോലെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കേണ്ടതാണ് എന്നാണ് താമരശ്ശേരി രൂപതയുടെ വിശദീകരണം. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അല്ലെങ്കിൽ പോലും ദ കേരള സ്റ്റോറി പോലുള്ളൊരു നുണയുടെ പ്രചാരണത്തിന് വേണ്ടി എടുത്ത സിനിമ, അത് വർഗീയ വിദ്വേഷം വളർത്താൻ പാകത്തിൽ ചിത്രീകരിച്ച ഒരു സിനിമ, അത് പ്രദർശിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രൂപതകൾ എന്തിന് ഈ ശ്രമത്തിനിറങ്ങുന്നു എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ആദ്യം ശ്രീ KJ ജേക്കബ്, നമ്മൾ ഇത്തരം ഒരു സിനിമ ബോധവൽക്കരണത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വാസയോഗ്യമായൊരു വിശദീകരണമാണ്? എനിക്ക് തോന്നുന്നു ഇതിന്റെ സംഘാടകർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണമാണെങ്കിൽ അത് വളരെ കറക്റ്റാണ്. കാരണം ഇതിൻ്റെ അകത്ത് വസ്തുതകൾ നോക്കിയാൽ കേരളത്തിൽ നിന്ന് 3 പെൺകുട്ടികൾ അവർ മതം മാറി ഈ പലതരത്തിലുള്ള തീവ്രവാദികൾക്കൊപ്പം പല സ്ഥലങ്ങളിലേക്ക് പോയതായിട്ട് നമുക്കറിയാം. സിനിമയ്ക്കകത്ത് പറയുന്നത് 32,000 പേര് അങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1% ശരിയും 99% നുണയുമായിട്ടുള്ള ഒരു കഥ, ആ കഥ വെച്ചിട്ടാണ് കേരളത്തിലെ വിശ്വാസികളെ ബോധവൽക്കരിക്കേണ്ടത് എന്ന് കേരളത്തിലെ മതാധ്യക്ഷന്മാർ തീരുമാനിച്ചാൽ നമുക്കതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയും. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഓരോരുത്തർക്കും അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നുണ പറഞ്ഞ് അനുയായികളെ ബോധവൽക്കരിക്കാനാണ് കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ തീരുമാനമെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാനുള്ളത് എന്നേ നമ്മൾ പറയേണ്ടതുള്ളൂ. കേരളത്തിലെ സെക്യുലർ സമൂഹത്തിന് അതിന്റെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളുമായി മല്ലിടുന്ന സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നുണക്കഥയാണ്. ആ കഥയും കേരളത്തിലെ ഒരു വിഭാഗം സഭാ മേധാവികളും വിശ്വസിക്കുന്ന ബോധവൽക്കരണ ടൂൾ ആയ ഈ സിനിമയും തമ്മിൽ, ആ സിനിമ മുമ്പോട്ട് വെക്കുന്ന വെറുപ്പ് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്, വലിയൊരു വിടവുണ്ട്. ആ വിടവ് നമ്മൾ ഒരു 1-2 നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ സാമൂഹ്യ ബോധം കൊണ്ടുണ്ടായ വിടവാണ്. അതുകൊണ്ട് ഐ എം നോട്ട് ടു മച്ച് ബോധേഡ് അബൌട്ട് ഇറ്റ്. ഇതിൻ്റെ അകത്തുള്ള സത്യവും മിഥ്യയും നുണയും ബോധവൽക്കരണവും ഒക്കെ തിരിച്ചറിയാൻ പാകത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റലുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾ മലയാളികൾ എന്നുള്ള തോന്നൽ ആണ് എനിക്കുള്ളത്. അതുകൊണ്ട് കുറച്ചു പേർ ഒരു നുണക്കഥ പറയാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നുണ പറയാനുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. I am not much bothered about that. റൈറ്റ്. ഈ നുണക്കഥയാണ് അതിൽ തർക്കമില്ല. ഈ നുണ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മുതൽ ഇതിൻ്റെ പ്രചരണത്തിന് ഈ സഭാ നേതൃത്വം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന നുണ പൊട്ടിമുളപ്പിച്ച് അത് കേരളത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ കാലത്ത് KCBCയുടെ മുഖമാസിക ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അവരുടെ മുഖമാസികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അന്നു മുതലുണ്ട്. അതങ്ങനെ എന്താ പറയുക, ഇത് നുണയാണ് പ്രചരിപ്പിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ ആ നുണ ആളുകൾ മനസ്സിലാക്കും, അങ്ങനെ ഒരു കാലത്ത് തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? CL തോമസ്, ഇത് നുണ ആളുകൾ മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങൾ എമ്പാടും ആളുകൾക്ക് ലഭ്യമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടുക്കി രൂപതയിലെ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി ഇത് പ്രദർശിപ്പിക്കുകയും അത് ബോധവൽക്കരണത്തിനാണെന്ന് ഇടുക്കി രൂപതയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഫാദർ ജിൻസ് കാരക്കാട്ട് പറയുകയും ചെയ്ത സാഹചര്യം ഒന്ന് നമ്മൾ കാണേണ്ടതാണ്. എന്താണ് നിങ്ങൾ ബോധവൽക്കരിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം. എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബോധവൽക്കരണം? നമുക്കറിയാം, നമ്മുടേത് ഒരു ബഹുസ്വര സമൂഹമാണ്. മത തീവ്രവാദികൾ അല്ലെങ്കിൽ മതാധിഷ്ഠാനത്തിൽ ഈ സമൂഹത്തെ ധ്രുവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിൽ താല്പര്യമുള്ളവരെമ്പാടും നടത്തിയിട്ടും ഇപ്പോഴും നമ്മുടെ സമൂഹം, കേരള സമൂഹം ഒരു
ബഹുസ്വര സമൂഹമായി, മതേതര സമൂഹമായി, പരസ്പരം സഹകരിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ കലഹിക്കാത്ത സമൂഹമായി നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽപ്പിനെ ഇത് ഇപ്പോൾ ഈ കേരള സ്റ്റോറിയെ കുറിച്ചിട്ട് ആ സിനിമ വന്ന കാലം മുതൽ തന്നെ മാധ്യമങ്ങളിലും മറ്റേ ഫാക്ട് ചെക്കിംഗ് സൈറ്റുകളിലും എല്ലാം ഇതിൽ പറയുന്ന നുണകളുടെ വിശദാംശങ്ങൾ സമൂഹത്തിൽ നമുക്ക് പബ്ലിക്കായി ആക്സസ് ചെയ്യാവുന്ന പബ്ലിക് ഡൊമൈനിൽ ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുണ്ട്. എന്നിട്ടും എന്തോ ബോധവൽക്കരിക്കാൻ ഈ സിനിമ ഉപകരിക്കും. അതും ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ സമയത്ത്, ഈ ഇലക്ഷൻ സമയത്ത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് സാമാന്യ ബുദ്ധിമുള്ള കണ്ണ് പകുതിയെങ്കിലും തുറന്നിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. മാത്രവുമല്ല, ഈ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേന്ദ്ര ഭരണകക്ഷി നേരിട്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ അടക്കം അവരുടെ പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം പോലും സാമ്പത്തികമായി ഞെരുക്കാനുള്ള കോൺഗ്രസിന്റെ ഫണ്ട് ഫ്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ CPM-ന്റെ ഫണ്ട് ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഇലക്ഷൻ കാലത്ത് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന, അനീതി എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പായിരിക്കും ഇവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അത് ബോധവൽക്കരണത്തിനാണ് എന്ന് പറയുമ്പോൾ ജേക്കബ് പറയുന്ന ഇതിനപ്പുറം മനുഷ്യന് സത്യം കണ്ടെത്താനുള്ള വഴികൾ ഉള്ളതുകൊണ്ട് ഈ മതമേലധ്യക്ഷന്മാരുടെ താല്പര്യങ്ങൾ അവർ തന്നെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും, പക്ഷെ ഇത്ര നഗ്നമായി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ നുണയിലൂടെ മറികടക്കാം എന്ന് വിചാരിക്കുകയും അതിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് അരു നിൽക്കുകയും ചെയ്യാം. ഞാനിതിനെ കാണുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്തതിന് തീരുമാനം നമ്മൾ ഓർക്കണം. ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ 2 ബിഷപ്പുമാർ, ഒന്ന് സീറോ മലബാർ സഭയുടെ പുതിയ തലവനായിട്ട് വന്നിട്ടുള്ള ബിഷപ്പും തിരുവനന്തപുരം രൂപതയുടെ ലത്തീൻ രൂപതയുടെ ബിഷപ്പും വളരെ കൃത്യമായി ദുഃഖവെള്ളിയാഴ്ച സന്ദേശത്തിൽ ഈ നാട്ടിലെ ഭരണ സംവിധാനം ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് എങ്ങനെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്നും അവർ നടത്തുന്നതിൽ നല്ല പങ്കും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന മതേതര സ്വഭാവത്തെയും ജനാധിപത്യ സ്വഭാവത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായതുകൊണ്ട് ഇലക്ഷനിൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കൃത്യമായ സന്ദേശം ഈ 2 രൂപത മെത്രാന്മാർ കൊടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് വീണ്ടും പ്രദർശിപ്പിക്കും എന്ന വാദഗതിയുമായിട്ട് ഇതിൻ്റെ യൂത്ത് വിങ് ആയാലും കുറേ ആളുകൾ വരുന്നത്. ഓർക്ക് അതിൻ്റെ പിറ്റേന്ന് ഈസ്റ്റർ ദിനത്തിൽ ജാവ്ദേക്കർ കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ പോവുകയും കോഴിക്കോട് ബിഷപ്പ് അതിനുശേഷം രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക, ഒപ്പം ക്രിസ്ത്യാനികൾ അത്രയ്ക്കൊന്നും അരക്ഷിതരാണെന്ന് തോന്നുന്നില്ല എന്ന് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇത് വളരെ വ്യക്തമല്ലേ ഇതിനകത്ത് രാഷ്ട്രീയം. അത് ഇങ്ങനെ ഒരു സാധനം ഇനിയിപ്പോൾ ആ ലക്ഷ്യമില്ലാതെയാണ്, ഇതിൻ്റെ നുണ മനസ്സിലാക്കാതെയാണ് കുട്ടികളെ പഠിപ്പിക്കുക. അതും ഓർക്കണം, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ നുണ ഒരു പാഠപുസ്തകമായി നിങ്ങൾ കൊടുക്കുന്നത്. ഈ നുണയുടെ പാഠപുസ്തകമായി കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും അത് പ്രദർശിപ്പിച്ച് അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ അത് ഞങ്ങൾ ഇനിയും പ്രദർശിപ്പിക്കും എന്ന് പറയുന്നതും അങ്ങനെ പറയുന്നവർക്ക് ഈ നാടിൻ്റെ ജനാധിപത്യ മതേതര സംവിധാനത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അത് തകർക്കാൻ നിൽക്കുന്നവരുടെ കൂടെ കൂടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജേക്കബ്, നമ്മളിത് കാണുമ്പോഴേ ഇപ്പോൾ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ ഏത് വിധത്തിലാണ് വലിയ അതിക്രമങ്ങൾക്ക് വഴിവെക്കുന്നത് അല്ലെങ്കിൽ ആക്രമണങ്ങൾക്ക് വഴിവെക്കുന്നത് എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ മണിപ്പൂർ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഉദാഹരണമായിട്ട് സഭാ നേതൃത്വത്തിന് മുന്നിലുണ്ട്. ബാംഗ്ലൂർ ബിഷപ്പാണ് കർണാടക സംസ്ഥാനത്തിൽ BJP ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ക്രിസ്തീയ സഭാവിശ്വാസികൾക്ക് നേരെ ഉണ്ടായതായിട്ട് പറഞ്ഞത്, ആക്രമിക്കപ്പെട്ട പള്ളികളുടെ എണ്ണം പുറത്തു പറഞ്ഞത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ ഈ വർഗീയ വിദ്വേഷം വളർത്താൻ സംഘടിതമായി നടത്തിയ ശ്രമത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ആക്രമണങ്ങളൊക്കെ. ഇതൊക്കെ മുന്നിൽ നിൽക്കെ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ ഈ ഒരു നുണ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്നു.
അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ അതിൻ്റെ പിറകിലുള്ളത്? അതിൻ്റെ ഒരു രാഷ്ട്രീയം അത് മനസ്സിലാക്കാതെയാണോ ഇവർ ഈ ചെയ്യുന്നത്? ഇത് ഒട്ടും മനസ്സിലാക്കാതെയല്ല, അത് നല്ലപോലെ മനസ്സിലാക്കി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവര് ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യമുണ്ട് രാജീവ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിലെ ക്രിസ്ത്യൻ സഭ പ്രത്യേകിച്ച് ഇപ്പൊ ഇതുമായിട്ട് ഈ ബോധവൽക്കരണത്തിൽ ഇറങ്ങിയിരിക്കുന്ന സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഒരു 1.5 നൂറ്റാണ്ടെങ്കിലും മിനിമം നമ്മുടെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നോട്ട് പോക്കിൽ വളരെ ഉറച്ച വളരെ വ്യാപകമായ നിലപാടുകൾ എടുക്കുകയും ചുവടുകൾ വയ്ക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. അപ്പം ചവറ കുര്യാക്കോസ് ഇല്യാസച്ചനെ കുറിച്ച് സഭ ഇപ്പൊ എങ്ങനെ കണക്കാക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ പഠിച്ചിരുന്നതും CMI സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ നവോത്ഥാനം തുടങ്ങുന്നത് കുര്യാക്കോസ് ഇല്യാസച്ചനോട് തുടങ്ങിയ എന്നുള്ളതാണ്. പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങുകയും അവിടെ നാനാജാതി മനസ്ഥരായ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്ത് അങ്ങനെ സമുദായത്തിനും മാത്രമല്ല സമൂഹത്തിനും മുമ്പോട്ട് പോകാനുള്ള വഴി തെളിയിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സുറിയാനി കത്തോലിക്ക സഭ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ SB കോളേജ് തുടങ്ങിയിട്ട് 100 വർഷം കഴിഞ്ഞു, 101 വർഷം മറ്റായി. 100 വർഷം പഴക്കമുള്ള കോളേജുകൾ ഇന്ത്യയിൽ തന്നെ അധികം ഉണ്ടാവില്ല. CMS കോളേജ് തുടങ്ങിയിട്ട് 225 വർഷം മറ്റേ അത് സ്കൂളായിട്ട് തുടങ്ങിയിട്ട്. അപ്പം സാധാരണഗതിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്ക് ഓരോ സമൂഹവും അതത് കാലങ്ങളിൽ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട്. ഇപ്പൊ മലബാർ കുടിയേറ്റം 1930, 40, 50 വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ലെവൽ കുടിയേറ്റം, അതിനുശേഷം പല ലെവലിലായിട്ടുണ്ടായ കുടിയേറ്റം, ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റം, ഇതൊക്കെ സഭാ നേതൃത്വത്തിന്റെ വളരെ അറിവോടും ആശീർവാദത്തോടും പിന്തുണയോടും കൂടി നടന്നതാണ്. ഞാൻ അങ്ങനെയുള്ള കുടിയേറ്റക്കാരന്റെ മകന്റെ മകനാണ്. അപ്പോൾ എനിക്ക് കഥകൾ ഞാൻ കേട്ടറിയാം. പള്ളിയും അച്ഛന്മാരും ഒക്കെ ഒരുമിച്ച് നിന്ന് അവരുടെ ഒരു സപ്പോർട്ട് ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ സാധാരണക്കാരായ കുടിയേറ്റ ക്രിസ്ത്യാനികൾ അവരുടെ ജീവിത സമരം കൊണ്ടുപോയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ ഭാഗം മുഴുവൻ അവിടെ തദ്ദേശീയരായ വളരെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. അവരുടെയൊക്കെ എത്ര ഇരട്ടി ആണ് കുടിയേറ്റക്കാർ വന്നത്. അപ്പൊ ആ പ്രദേശം മുഴുവൻ മുമ്പോട്ട് പോയി. ആ സമൂഹം, ആ സമുദായം, ആ പ്രദേശം മുഴുവൻ മുമ്പോട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ആവശ്യങ്ങള് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ചലിപ്പിക്കാനുമുള്ള വലിയ വിഷനുള്ള നേതാക്കന്മാർ ഈ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ ഇപ്പോ വന്നിട്ട് നമ്മൾ കാണുന്നത് സഭയ്ക്ക് അകത്ത് തന്നെ ഉണ്ടാകുന്ന കൊച്ചു പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാതെ വഴിനീളെ തല്ലും പിടിയായി അക്രമമായി ബൈബിളിലും ക്രിസ്തുവും പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വിപരീത സാക്ഷ്യം കൊടുക്കുന്ന ഒരു സഭാ നേതൃത്വം ഇപ്പോൾ കേരളത്തിലുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സമുദായത്തിനൊരു പ്രശ്നമുണ്ട്. സിറിയൻ കത്തോലിക്ക സമുദായത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്നുള്ളത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പലരെ കൊണ്ടും പറ്റുന്നില്ല. ഇപ്പം കുടിയേറ്റക്കാരായ മനുഷ്യരൊക്കെ 2ാം തലമുറകളോ 3ാം തലമുറയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു. അപ്പൊ അവരെ എങ്ങനെ ഒരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ, അവരെ സജ്ജരാക്കാൻ, അവരെ എക്വിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനുള്ള ശിക്ഷണാശക്തി ഇല്ലാത്ത, ഭാവനയില്ലാത്ത ആളുകൾ ഈ സമുദായത്തിന്റെയും സഭയുടെയും നേതൃത്വത്തിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ ഫാഷിസ്റ്റ് ശക്തികളും ചെയ്യുന്നത് പോലെ ഒരു ഇരയെ കണ്ടുപിടിക്കുക, ഒരു കാരണക്കാരനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിനോടുള്ള വെറുപ്പ്. മുസ്ലിങ്ങൾ കാരണമാണ് ഈ പ്രശ്നം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സഭയുടെ നേതൃത്വത്തിൽ വന്നുകൂടിയ ഭാവനയില്ലാത്ത, കഴിവില്ലാത്ത, ധിഷണയില്ലാത്ത, സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ലാത്ത നേതൃത്വം വരുന്നതോടുകൂടിയും അവർക്ക് ഈ ചോദ്യം വരും, എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കുന്നില്ല എന്നുള്ള ചോദ്യം വിശ്വാസികളായ മനുഷ്യരുടെ നിന്ന് വരുമ്പം ആ വരവിന്, ആ ചോദ്യങ്ങളെ ഡിഫ്ലക്ട് ചെയ്യാനുള്ള സഭാ നേതൃത്വത്തിന്റെ ഒരു അടവ് ആയിട്ടാണ് ഞാനിപ്പോ കേരളത്തിൽ കുറച്ചു കാലമായി ഇവർ കൊണ്ടു നടക്കുന്ന ഈ മുസ്ലിം വെറുപ്പിനെ ഞാൻ കാണുന്നത്. അതല്ല എങ്കിൽ സാധാരണഗതിയിൽ കത്തോലിക്ക പുരോഹിതന്മാരും അവരുടെ ബിഷപ്പുമാരും സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ
വളരെ കൃത്യമായ ധാരണയോടുകൂടി സമൂഹത്തിൽ എന്ത് വ്യത്യാസമുണ്ടാക്കും, അവരുടെ ഓരോ വാക്കിനും എന്ത് വിലയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അളന്നു മുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളാണ്. അവര് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നത് ഇപ്പൊ എന്താണ്? അവര് എവിടെ നിന്നാണ് ഈ മയക്കുമരുന്നിന്റെ ജിഹാദ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? എന്തുമാത്രം വെറുപ്പാണ് സമുദായങ്ങൾ തമ്മിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ക്രൈസ്തവ സമുദായത്തിന് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇതര സമുദായങ്ങളുമായി ഇത്രയധികം വെറുപ്പുണ്ടാക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൗതികമായിട്ട് മനുഷ്യർ സമുദായങ്ങളും സമൂഹങ്ങളും സ്റ്റക്കായി പോകുന്ന സമയങ്ങളുണ്ട്. അപ്പം ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള നേതൃത്വം ഉണ്ട് എങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള വഴികൾ അവർ അന്വേഷിക്കും. അപ്പൊ ആ കഴിവില്ലാത്ത മനുഷ്യർ സഭയുടെ നേതൃത്വത്തിൽ വരികയും ആ സഭയ്ക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഒരു മറയിടാൻ ഒരു പൊതു എനിമിയെ പുറത്ത് കണ്ടെത്തുക, ഒരു പൊതു ശത്രുവിനെ പുറത്ത് കണ്ടെത്തുക എന്നുള്ള അങ്ങേയറ്റം ഖേദകരമായ, അങ്ങേയറ്റം മടുപ്പുളവാക്കുന്ന ഒരു സ്ട്രാറ്റജി ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതവർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഇവർക്കറിയില്ലാഞ്ഞിട്ടല്ല. കേരളത്തിലുള്ള ജനസംഖ്യ കൊണ്ട് 18ഉം 28ഉം% രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഇത്രയധികം സ്പർദ്ധയുണ്ടാക്കിയാൽ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ലോകത്തിലുള്ള എല്ലാ വിഡ്ഢികളെയും പോലെ ഇവരും വിചാരിക്കുന്നത് ഇവരുടെ സൊല്യൂഷനാണ് ഏറ്റവും ഗംഭീരമായ സൊല്യൂഷൻ എന്നിവർ വിചാരിക്കുന്നു. അതുകൊണ്ട് അവർ സമൂഹത്തിൽ വിഷം കലക്കാൻ നടക്കുന്നത്. പക്ഷെ എൻ്റെ ഉറപ്പ് എന്നുള്ളത് നമ്മൾ ഈ കാലം കൊണ്ട് ആർജിച്ചെടുത്ത സാമൂഹ്യ ബോധം, രാഷ്ട്രീയ ബോധം ഇമാതിരിയുള്ള വെറുപ്പിന്റെ പ്രവാചകന്മാരെ വേർതിരിച്ച് കാണാൻ നമ്മുടെ സമുദായത്തെ സഹായിക്കുമെന്നുള്ളതാണ്. നമ്മുടെ സെക്യുലർ സൊസൈറ്റി എന്ന് പറയുന്നത് കാണാമറയത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമല്ല. അത് ഓരോ ദിവസവും. പക്ഷെ ജേക്കബ്, നമ്മളത് അത്രയും ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഈ നുണ, അതായത് സംഘപരിവാരം സൃഷ്ടിച്ചെടുക്കുന്ന നുണ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നേരിട്ട് തന്നെയുള്ള അനുഭവം. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശബരിമലയിലെ പണം എടുത്തിട്ടാണ് പണം സർക്കാർ കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു ആക്ഷേപം പല കുറി അല്ല എന്ന് തെളിയിച്ചതാണ്. നിയമസഭയിൽ രേഖകൾ സഹിതം മറ്റു മറുപടികൾ സഹിതം ഒക്കെ തെളിയിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ആ വ്യാജം പ്രചരിപ്പിക്കപ്പെടുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതുപോലെ ഇവർ നിർമ്മിക്കുന്ന ഈ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരകരായിട്ട് സഭാ നേതൃത്വം തന്നെ വരികയും അത് ബോധവൽക്കരണമാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അപകടം, അതിൻ്റെ ഒരു വ്യാപ്തി അത് വലുതല്ലേ? ഞാനതിനെ വളരെ പെട്ടെന്ന് കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ എതിരിടാൻ പാകത്തിലുള്ള ഒരു സെക്യുലർ സൊസൈറ്റി അപ്പുറത്തുണ്ട് എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കേരളത്തിൽ ഇപ്പൊ ഇത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറുപ്പുളവാക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ വേറെയുണ്ട്. ഈ സഭകൾ മാത്രമല്ല. അപ്പൊ അവർ ഒരുമിച്ചാണ് ദേ വർക്ക് ഇൻ ടാൻഡം. RSS BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളങ്ങളുണ്ട്. അവർക്കൊപ്പം സഭാ നേതൃത്വത്തോട് കൂടുന്നു. ഞാനിതിനെ വളരെ ചെറുതാക്കി കാണുന്നത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ അപകടം ചെറുതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിൻ്റെ അകത്ത് കത്തോലിക്ക സഭയുടെ മുഴുവൻ ഇത് മറ്റ് സമുദായങ്ങളിൽ വളരെ അതിന്റെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ വന്നു കഴിയുമ്പോൾ സഭാ നേതൃത്വം തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ അപകടത്തെ ഞാൻ കുറച്ചാണ് കല്ലുന്നത്. പക്ഷെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഇരുന്നാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. ഇപ്പോഴും ഇവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭരണഘടന നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടും ഇടതുപക്ഷം മതേതര വിശ്വാസികൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷമുള്ളൂ. ഞാനതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മാത്രമല്ല കണക്കാക്കുന്നത്, അല്ല ഇടതുപക്ഷ പാർട്ടികളെ മാത്രമല്ല കണക്കാക്കുന്നത്. ഇടതുപക്ഷത്തും LDFിലും UDFിലും മറ്റു പാർട്ടികളിലും മറ്റ് സെക്യുലർ പാർട്ടികളിലും എല്ലാ മനുഷ്യരെ ഒരുമിച്ചാണ് ഞാൻ കാണുന്നത്. അവരെല്ലാവരും കൂടി എണീറ്റ് നിന്നാൽ ഈ അപകടം തിരിച്ചറിഞ്ഞാൽ, കാരണം ഇതിൻ്റെ അകത്ത് ലോകത്തിലുള്ള എല്ലാ ഫാഷിസ്റ്റുകളും ചെയ്യുന്നത് പോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കണക്കുകൾ അവിടെ നിന്നും ഇവിടുന്ന് ചെറി പിക്ക് ചെയ്ത് ഈ പിക്ചർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പം ആ ചെറി പിക്ക് ചെയ്ത് മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ
മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനക്കൂട്ടമല്ല കേരളത്തിലുള്ളത്. പക്ഷെ അതിനൊരു എഫർട്ട് വേണം എന്നുള്ളത് രാജീവ് പറഞ്ഞൊരു അപകടം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് രാജീവ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇത് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിതിനെ ചെറുക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കൂടി ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മനുഷ്യർക്ക് ജീവിതത്തെക്കുറിച്ച് അവർ വിധിക്ക് വിട്ടിരിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് മതം ഉണ്ടെങ്കിൽ മതി. പക്ഷെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ ജീവിത സൗകര്യങ്ങൾ, നമ്മൾ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ്. ലോകത്തിലുള്ള ഒരുവിധം എല്ലാ സിവിലൈസ്ഡ് സൊസൈറ്റിയിലും ജീവിക്കുന്നത് പോലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ധാരണയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് ഇവിടെ. അപ്പൊ ഇതില് എത്ര നിങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ശ്രമിച്ചാലും ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഈ 11ഉം 12ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ദേ ഹാവ് എവറി ഇൻഫർമേഷൻ ഓൺ ദെയർ ഫിംഗർ ടിപ്പ്. അവരുടെ അടുത്ത് പോയി നുണകൾ പറഞ്ഞാൽ അതത്ര ഏക്കില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, അവർ കാണുന്ന സിവിൽ സൊസൈറ്റി എന്നുള്ളത് സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. നമ്മൾ പിന്നെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വെറുപ്പ് ഇങ്ങനെ കുമിച്ചു വിടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഈ ചോദ്യം തിരിച്ച് സഭാ നേതൃത്വത്തോട് തന്നെ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടായി വരും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം അത്രയുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു സമൂഹമാണ് നമ്മളിത് തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത് ആവശ്യത്തിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. കാരണം ഈ വെറുപ്പിന് പോകാൻ പറ്റുന്നതിന് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ലിമിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ ആൾക്കാർ കേരളത്തിലുണ്ട്. ഇതിപ്പം എല്ലാ സമുദായങ്ങളിലും കുറേശ്ശെ ഉണ്ട്. കത്തോലിക്ക സമുദായത്തിലാകുമ്പോൾ അത് ഒഫീഷ്യലാണ്, ഒഫീഷ്യൽ സഭാ നേതൃത്വത്തിന്റെ മുൻകൈയിലാണ് നടക്കുന്നത് എന്നുള്ളത്. എല്ലായിടത്തും ഇമാതിരിയുള്ള വർത്തമാനം പറയുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവരുടെ ഒരു കുറുമുന്നണി നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടി വന്നാലും നമ്മുടെ സമുദായത്തിന് ഒരു 10% താഴെ ഇത് നിൽക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. റൈറ്റ്. CL തോമസ്, ഇത് പറയുമ്പോഴേ നമ്മൾ ഇത് തിരിച്ചറിയാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാജം എന്താണ് എന്ന് വളരെ എളുപ്പം പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് ഇത് കാണുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നത്. പക്ഷെ ഇത് പ്രദർശിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് KCYM ആണ്, കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. അതിന് പിന്തുണ നൽകുന്നത് സീറോ മലബാർ സഭയുടെ യൂത്ത് വിങ് ആണ്. അപ്പോൾ യുവാക്കൾ തന്നെയാണ് ഇത് പ്രദർശിപ്പിക്കാനും ഇത് ബോധവൽക്കരണത്തിന് ഉപയോഗിക്കേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കാനും ഒക്കെ മുൻകൈ എടുക്കുന്നത്. അതിൽ രാജീവ്, എനിക്ക് കുട്ടികളെ കുറിച്ചിട്ട് മറ്റേ നല്ല വിശ്വാസം തന്നെയാണ്. അത് കത്തോലിക്ക സഭയിലായാലും മറ്റേത് സമൂഹങ്ങളിലായാലും പുതിയ തലമുറ ഒരുപക്ഷെ അവർ ഇതിൻ്റെ പ്രതിരോധത്തിൻ്റെ മുൻവഴികളിൽ ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ മുൻനിരയിലുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അവർ ബൈപ്പാസ് ചെയ്യുന്നു എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറഞ്ഞ പോലെ അത് മറ്റാരുമല്ല, ഈ മേഖലയിൽ പുതിയ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതിയിരിക്കുന്ന മാധ്യമപ്രവർത്തകനായ ജോസ് ടി തോമസിനോട് ഞാൻ ഈ സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളുടെ ഈ അർത്ഥശൂന്യതയ്ക്കെതിരായി പോരാടി അവരുടെ സമയം കളയാനില്ല. അതുകൊണ്ട് പുതിയ തലമുറയെ ഇതങ്ങ് സ്വാധീനിച്ചു കളയും എന്ന് നമ്മൾ അധികം ആശങ്കപ്പെടേണ്ടതില്ല. എങ്കിൽ പോലും രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ KCYM എന്നൊക്കെ പറയുമ്പോൾ കേരള കത്തോലിക്ക യൂത്ത് മൂവ്മെന്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ അതിലെ ആ യുവാക്കൾ മുഴുവൻ ഇവരുടെ ഈ പ്രചരണത്തിനെ കൊണ്ട് വശംവദരായി ഇത് പ്രശ്നമാവും എന്ന് അമിത ഉത്കണ്ഠയൊന്നിരിക്കില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ വെറുപ്പിനെ പടർത്താൻ വേണ്ടി ഇപ്പോൾ നേരത്തെ ജാക്കബ് വളരെ കൃത്യമായി പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹത്തെ വിഭജിക്കുക, ഇവിടെ ഈ വെറുപ്പിലൂടെ ഒരു സമാധാനമില്ലായ്മയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ഒരു പ്രത്യേക സമുദായത്തെ മുസ്ലിം സമുദായം മുഴുവൻ കുഴപ്പമാണെന്ന് പറയും. ഞാൻ രാജീവ് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കുകയാണ്. എനിക്ക് ഇതിനകത്ത് ഉത്കണ്ഠയില്ല. ചെറുപ്പക്കാരെന്ന് പറഞ്ഞ KCYM-ന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഔദ്യോഗിക സഭാ നേതൃത്വത്തിന്റെ പിണിയാളുകളാണ്. അങ്ങനെയുള്ളവർക്കേ അത് ആവാനും കഴിയുള്ളൂ. അതുകൊണ്ട് ആ നേതൃത്വം അല്ല. ഇപ്പം എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇവരിപ്പോൾ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന അതിനെ പലതരത്തിൽ നമ്മുടെ
ഹൈക്കോടതി അടക്കം അങ്ങനെ ഒരു സംഭവമില്ല എന്നും കേന്ദ്ര സർക്കാർ അടക്കം പറയുകയും ചെയ്തിട്ടും പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ പെങ്ങളുടെ മകൻ ഒരു ഹിന്ദു കുട്ടിയെ കല്യാണം കഴിച്ച് അവളെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ലവ് ജിഹാദല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഇത് നമുക്ക് ചുറ്റും എത്രയെങ്കിലും പണ്ടത്തെക്കാളൊക്കെ എത്രയോ ചെറുപ്പക്കാർ പിള്ളേർ ഈ തരത്തിൽ മറ്റേ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ വിവാഹിതരായി ചിലപ്പോൾ അതിൽ ഒരാളുടെ മതത്തിൽ അവർ ചേർന്നിരിക്കാമായിരിക്കും. പക്ഷെ അതൊന്നും പുതുമയല്ലാതാവുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ പണ്ട് ഒരു ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അന്യ മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് ചർച്ചാ വിഷയമാക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എത്രയോ കല്യാണങ്ങൾ വീട്ടുകാർ ആലോചിച്ചിട്ട് ഈ തരത്തിൽ തന്നെ നടക്കുന്നു. കുട്ടികൾ കണ്ടെത്തുന്നു, വീട്ടുകാരത് സമ്മതിക്കുന്നു, അവരതിനെ ഔദ്യോഗികമായിട്ട് ചടങ്ങായിട്ടൊക്കെ നടത്തുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഓരോരുത്തരും നമ്മളിവിടെ ഇരിക്കുന്ന 3 പേർക്ക് പോലും ചുറ്റും നോക്കി എത്ര സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോ അതിനകത്ത് ക്രിസ്ത്യൻ യുവാക്കൾ കല്യാണം കഴിക്കുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവരെ മാത്രമല്ല, മുസ്ലിം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട് തിരിച്ചുകൊണ്ട്. അപ്പൊ ഇതൊക്കെ സാമാന്യമായിട്ടുള്ള ഒരു എന്താണ് നിങ്ങൾക്ക് വിവരങ്ങൾ ധാരാളമായി കൈത്തുമ്പിൽ കിട്ടുകയും സമൂഹം വളരുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ ഈ മറ്റേ KCYM പോലെയുള്ള യുവജന സംഘടന പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മുടെ യുവാക്കളെല്ലാം അതിന്റെ പിന്നാലെ പോയി എന്നുള്ളൊരു ആശങ്ക എനിക്കില്ല. പക്ഷേ രാജീവ് നേരത്തെ പ്രകടിപ്പിച്ചതുപോലെ ഇത് കുറെ പേരില്ലെങ്കിലും ഇത് വാസ്തവത്തിൽ യുവാക്കളിലല്ല ഇത് സ്വാധീനം ചെലുത്തുക. ഞാൻ പറയുക, ഇത് സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്മുടെ 40 വയസ്സിന് മേളിലുള്ള യുവാക്കളൊന്നും സ്വയം അഭിമാനിക്കുന്ന മനുഷ്യരാണ്. അവരിലാണ് ഈ പറയുന്ന മതസ്പർദ്ധയൊക്കെ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ഇത് ഉരുത്തിരിഞ്ഞുകൊണ്ട് വരുന്നത്. അവർ തന്നെയാണ് ഇവരുടെ ലക്ഷ്യവും. അവർ കുട്ടികളെ നിയന്ത്രിക്കുന്നതായിരിക്കും ഇവർ ഒരുപക്ഷെ വിചാരിക്കുന്നത്. അതിൻ്റെ സാധ്യത കേരളം പോലൊരു സമൂഹത്തിൽ തീരെയില്ല തന്നെ. അപ്പോൾ നമ്മുടെ കുട്ടികൾ കൊള്ളാവുന്നവരാണ് എന്ന് നമുക്ക് പ്രളയം വരേണ്ടി വന്നു തിരിച്ചറിയാൻ. അവിടെ ഒരു യുവാവും ഒരു യുവതിയും മതം നോക്കിയല്ലല്ലോ ആ പ്രളയകാലത്ത് പ്രവർത്തിച്ചത്. ഇങ്ങനെയൊക്കെയാണ് വാസ്തവമെങ്കിലും പിന്നെ എന്തിന് പബ്ലിക് ഡൊമൈനിൽ അസത്യം എന്ന് തിരിച്ചറിയാവുന്ന 100,000 വിവരങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം ഒരു സാധനത്തെ പ്രദർശിപ്പിക്കുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇത് ഇഷ്യൂ ആക്കി എടുത്തിരിക്കുന്നത്. ഇത് പ്രദർശിപ്പിക്കും, നാട് നീളം പ്രദർശിപ്പിക്കും എന്ന് പറയുന്നത് ഓർക്കണം. ഇത് മലയാളികളാണിത് പറയുന്നത്. ഈ പറയുന്ന KCYM-ഉം കത്തോലിക്ക ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന കത്തോലിക്ക മേലധ്യക്ഷന്മാരും മലയാളിയാണ്. കേരളം പോലെ ഒരു നാടിനെ രാജ്യാന്തരമായി അവഹേളിക്കാൻ പാകത്തിലെടുത്തൊരു സിനിമയാണെന്ന് ഇവരാരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടാൽ ഇവർക്കും മനസ്സിലാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ മൊത്തം മലയാളി സമൂഹത്തെ തന്നെ അപമാനിക്കുന്ന ഒരു സിനിമ ബോധവൽക്കരണത്തിന്റെ ടൂളായിട്ട് ഉപയോഗിക്കും എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ്. അത് ഈ മതമേലധ്യക്ഷന്മാർ ഈ സംഘപരിവാർ രാഷ്ട്രീയം ഏത് രൂപത്തിൽ വിശ്വാസികളിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും വിശ്വാസികൾ അവർക്ക് ഈ സംഘപരിവാർ രാഷ്ട്രീയവും അത് കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ അത് രാമക്ഷേത്ര മറ്റേ അതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ എത്രയാണ് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ കസിനായിട്ടുള്ള ഒരു അച്ഛൻ കത്തോലിക്ക പുരോഹിതൻ അങ്ങേര് റാഞ്ചിയിലാണ്. അവിടെ ജാർഖണ്ഡിലെ ഭരണം BJPക്ക് അല്ലാതിരുന്നിട്ട് പോലും കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് നേരെ അവരുടെ സ്കൂളുകൾക്കെതിരെ കോളേജുകൾക്കെതിരെ എന്തിന് ഈ സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ഭൂമി കയ്യേറാൻ പോലും നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന വിശ്വാസികളെ സംഘപരിവാറിന്റെ പുറകെ നടത്താൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ വിശ്വാസികളുണ്ട് എന്ന് പറഞ്ഞ് സംഘപരിവാറുമായി എന്താ പറയുക അവരുമായിട്ട് വിലപേശാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണിത്. ആ ശ്രമം അത്രയ്ക്ക് അങ്ങോട്ട് ഇന്ന് വിലപ്പോവും എന്ന് വിശ്വസിക്കാൻ നമ്മുടെ മുന്നിൽ കാരണങ്ങളില്ല. KJ ജേക്കബ് അത് പറയുമ്പോൾ ഇതൊരു സംഘപരിവാർ രാഷ്ട്രീയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സംഘപരിവാറിൻ്റെ പ്രൊപ്പഗാൻഡ അവർ ഏറ്റെടുക്കുമ്പോൾ ആ രാഷ്ട്രീയം അവർ പിന്തുടരാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. കേരളത്തിൽ BJP ശ്രമിക്കുന്നൊരു പ്ലാനുണ്ട്. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതലായി കടന്നു കയറുക,
ആ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിന്തുണയോടെ കിട്ടിയാൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വളർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ ഈ നീക്കം കുറച്ചുകൂടി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള പണിയാണോ ഇപ്പോൾ ഈ സഭാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ഈ നടക്കുന്ന പ്രദർശനങ്ങളിലൂടെയൊക്കെ സംഭവിക്കുന്നത്? ഇത് BJP നേതൃത്വത്തിന്റെ കണക്കൂട്ടലുകൾ അതായിരിക്കും, അതിലെനിക്ക് തർക്കമില്ല. പക്ഷെ ഇതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്, ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, പണ്ട് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ സാമാന്യം സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഒരിക്കലും എന്നോട് പറഞ്ഞു, ഈ BJP ഒരു അഖിലേന്ത്യാ നേതാവ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തോട്, കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തോട് അവർ ഡൽഹിയിൽ സുഹൃത്തുക്കളാണ്, കണ്ടപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്? കാരണം കേരളത്തിൽ NSS വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമുദായമാണ്, NSS വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, നായർ സമുദായം വലിയ പ്രസൻസ് ആണ്, SNDP ഈഴവരുടെ വലിയൊരു സംഘടനയാണ്, അവർ ജനസംഖ്യയിൽ ഈ രണ്ടു കൂട്ടരോട് കൂടിയാൽ തന്നെ വളരെ വലിയൊരു ശതമാനമില്ല, എന്തുകൊണ്ട് കേരളത്തിൽ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നത്. വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NSS ഒരു സാമുദായിക സംഘടനയാണ്, ഒരു വർഗീയ സംഘടനയല്ല. SNDP ഒരു സാമുദായിക സംഘടനയാണ്, ഒരു വർഗീയ സംഘടനയല്ല. ഈ രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ വർഗീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ കേരളം തീർന്നു പോകും. അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ കാലം മുഴുവൻ ഉണ്ടായിട്ടും അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത് അതുപോലെ തന്നെയാണ് ഇതും. കേരളത്തിലെ കത്തോലിക്ക, ഇതിപ്പം വ്യത്യാസം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക നേതൃത്വം തന്നെ അതിന്റെ ഒരു ഭാഗം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അവിടെ ഞാൻ കാണുന്ന ഒരു വ്യത്യാസം, കേരളത്തിലെ മറ്റ് സമുദായങ്ങളെക്കാൾ കൂടുതൽ സാമൂഹികമായി മുമ്പോട്ട് പോയിരിക്കുന്ന സമുദായമാണ് കേരളത്തിലെ സുറിയാനി കത്തോലിക്ക വിഭാഗം എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫ്ലിക്റ്റ് വീണ്ടും വരും. എന്തുകൊണ്ട് NSSും SNDPയും വർഗീയ സംഘടനകളാകുന്നില്ല, സാമുദായിക സംഘടനകൾ എന്ന് ചോദിച്ചാൽ അതിന് വലിയ ചരിത്രം അവരെ അങ്ങനെ വർഗീയ സംഘടനകളാകുന്നു പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർക്കങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്യുലർ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി, സെക്യുലർ ഭരണഘടനയുടെ പിന്തുണയോടുകൂടിയാണ് ഈ സമുദായം മുമ്പോട്ട് പോയിട്ടുള്ളത്. അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ തിരിച്ചടി കിട്ടുക, ഏറ്റവും കൂടുതൽ കിട്ടുക ഈ സമുദായത്തിന് തന്നെയാണ് എന്നുള്ള ബോധം ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഈ വിദ്യാഭ്യാസം, സാമൂഹ്യ പുരോഗതിയൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ വെറുപ്പുണ്ടാക്കാൻ നോക്കിയാൽ മനുഷ്യർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട്. അവിടെ ഈ സഭാ നേതൃത്വത്തിന്റെ അരക്ഷിതാവസ്ഥ, അതാണ് എനിക്കിതിന്റെ കാരണമായി തോന്നുന്നത്. സഭാ നേതൃത്വത്തിന് ഈ സ്റ്റക്കായി കഴിയുമ്പോൾ സമുദായം സാമാന്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമുദായം സ്റ്റക്കാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർക്ക് കൃഷി ലാഭകരമല്ലാതെ വരുന്നു, തൊഴിൽ കിട്ടാതെ വരുന്നു, ആവശ്യത്തിന് കുട്ടികൾ പുറത്തു പോകേണ്ടി വരുന്നു. ഇത്തരം വെല്ലുവിളികൾ അവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ വെല്ലുവിളികൾ നെഗോഷിയേറ്റ് ചെയ്യാൻ സമുദായത്തിന് മുൻപിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരുടെ അരക്ഷിതാവസ്ഥ, അവരത് വെറുപ്പായിട്ട് പ്രസരിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സമുദായത്തിന് തിരിച്ചറിയാൻ പറ്റും. ഈ വെറുപ്പ് അപ്പുറത്ത് നിൽക്കുന്ന, ഇപ്പൊ മുസൽമാനെ വെറുക്കാൻ പറ്റുമെങ്കിൽ നാളെ ഇവർ ഹിന്ദുവിനെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കും. അവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കേരളത്തിലെ മുസൽമാൻ ആകെ 3 കേസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 3 കേസുകൾ. ഈ കേരളത്തിലെ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകൾ പരമാവധി ശ്രമിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ 10% പിന്തുണ പോലും ഇന്നും അവർക്കില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന 90% മേ ബി അധികം മനുഷ്യർ സെക്യുലറായി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരിൽ ആ മനുഷ്യരെ വെറുക്കാനാണ് ഇവർ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്നുള്ളത് അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസമില്ലാത്ത, നമുക്ക് ലോകത്തെക്കുറിച്ച് ധാരണയില്ലാത്ത, ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്ത മനുഷ്യർക്ക് ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും. 3 കേസുകൾ. കേരളത്തിൽ നിന്ന് 3 പെൺകുട്ടികൾ മതം മാറി അവർ ISISന്റെ പുറകെ പോയിട്ടുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അത് ലോകത്തിൽ ഇവിടെ മാത്രമല്ല, ബ്രിട്ടനിൽ നിന്ന് പോയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള മനുഷ്യർ ISന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഇവരെ ന്യായീകരിക്കുക? ബ്രിട്ടനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു രാജ്യം. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട് ISIൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഇവരതിനെ ന്യായീകരിക്കുക?
അപ്പം യാതൊരു തരത്തിൽ ലോജിക്കില്ലാത്ത, യാതൊരു തരത്തിൽ വസ്തുതയില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാമെന്നും ഈ അരക്ഷിതമായ സഭാ നേതൃത്വം, ഈ KCYM എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു കൂട്ടുകൃഷിയായിരിക്കും. ഈ സമുദായത്തെ, സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത മനുഷ്യരുടെ ഒരു കൂട്ടുകൃഷി. ദേ വിൽ ബി സ്റ്റക്ക് അറ്റ് സം പോയിന്റ് ഇൻ ടൈം. അതിന്റെ അർത്ഥം നമ്മൾ സെക്യുലർ സമൂഹത്തിൽ ജീവിക്കുന്ന, സാധാരണ ജീവിതം നയിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചാലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ഇക്കാര്യത്തിൽ നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാരണവശാലും കേരളത്തിലെ മുസ്ലിം സമുദായം ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അവർക്കായിട്ടൊരു ആശങ്ക ഉണ്ടാവേണ്ടതില്ല. കേരളത്തിലെ സെക്യുലർ സൊസൈറ്റിക്ക് ഇതിനെ ഒരുമിച്ച് നിന്ന് എതിർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വളരെ ആശാവഹമായിട്ട് കാണുന്ന ഒരു കാര്യം, കോൺഗ്രസ്സുകാർ പലരും സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ഇതൊക്കെ ഇടതുപക്ഷക്കാരുടെ മാത്രം തലയിൽ വന്ന് വീഴലാണ് പതിവ്. ഞാൻ കാണുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ ചില ഉറച്ച ശബ്ദങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിത് ഹാൻഡിൽ ഇതൊരു പ്രശ്നമാണ് എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നമുക്കിത് കൈകാര്യം ചെയ്യാവുന്ന, നമുക്കിത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു വിപത്ത് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ അതിനെ കണ്ടത്. അവസാനമായി CL തോമസ്, ഈ ഇപ്പോൾ ജേക്കബ് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് പിണറായി വിജയൻ്റെ, മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഇത് RSSൻ്റെ അജണ്ടയാണ്, പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പ്രദർശിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിങ്ങനെ കൈകാര്യം ചെയ്താൽ മതിയോ? ഇത്രയും ഒരു ഉപദേശ രൂപത്തിലുള്ള, അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾക്കൊന്നും മുതിരാതെയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ, അത് മതിയോ? പോരാന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടക്കുന്നെന്ന് പോലും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു, VD സതീശൻ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ശരിയായ പ്രവണതയല്ല, ഇതിനും നിൽക്കരുത്. പക്ഷെ അതിന് VD സതീശൻ പള്ളിക്കകത്ത് കയറി വർത്തമാനം പറയണ്ട എന്നുള്ള മട്ടിലാണ് സഭാ നേതൃത്വത്തിന്റെ പ്രതികരണം വന്നത്. അപ്പോൾ ഇതാണ് ഇവര് ഇതിനെയെല്ലാം പള്ളിക്കകത്ത് കയറി പ്രതികരിക്കേണ്ട എന്നുള്ളതിന് അതിന്റെ കൃത്യമായ അർത്ഥം നമുക്ക് മനസ്സിലാവുമല്ലോ. VD സതീശൻ പള്ളിക്കകത്ത് കയറി പ്രതികരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ സഭാ നേതാവ് ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ആയിട്ട് പോലും ഇത്രയും പ്രതികരണം വന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷവാനാണ്. പക്ഷേ ഇതല്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇതിനെ ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താൻ മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളും, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ചുമതലയല്ല, കോൺഗ്രസ്സുകാരുടെയും മാത്രം ചുമതലയല്ല, മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരം പ്രവണതകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ പ്രവർത്തിക്കേണ്ടതാണ്. പിന്നെ രാജീവ്, മതങ്ങൾക്ക് വേറൊരു ശക്തിയുണ്ട്. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക്, അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ബാധിച്ചിരിക്കുന്ന വലിയൊരു അസുഖമുണ്ട്. അതായത് ഒരു മത നേതാവായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഭരിക്കുന്ന മന്ത്രിമാരെക്കാളും പവർ വീൽഡ് ചെയ്യുന്നത് ഇവരാണ് എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മത നേതൃത്വം, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചിട്ടുള്ള സംഭവം, അതിൻ്റെ ബിഷപ്പ് അല്ലെങ്കിൽ കർദിനാൾ, ആ മതമേലധ്യക്ഷന്മാർ പറയുന്നതിനപ്പുറം ഈ വിശ്വാസ സമൂഹം ഒന്നും ചെയ്യില്ല. അത് വെറും തോന്നലാണ്. വിശ്വാസ സമൂഹം യുക്തിപൂർവം തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. നാട്ടിൽ നടക്കുന്നതിനെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും അത് വിലയിരുത്താനുള്ള ടൂൾസ് അവർക്കുണ്ട്. ഈ മെത്രാന്മാരുടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ ഇടുക്കി രൂപതയിൽ പറഞ്ഞതുപോലെയുള്ള മത നേതൃത്വത്തിൻ്റെ തിട്ടൂരങ്ങളെ അപ്പടി അനുസരിച്ച് രാഷ്ട്രീയ ജീവിതം നയിക്കുന്നവരാണ് ഈ മത അനുയായികളും വിശ്വാസികളും എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവരെ പിണക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവുന്നില്ല. പക്ഷെ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആയിട്ട് പോലും ഇത്രയും ഒരു പ്രതികരണം നമ്മുടെ മതേതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വന്നത് നമുക്ക് ആശ്വാസകരമാണ്. പക്ഷെ ഇതുപോലെ ഈ തരം പ്രവണതകൾക്കെതിരെ ശക്തമായി നിലപാടെടുത്താൽ മാത്രമേ ഇതിനെ മുളയിൽ നുള്ളിക്കളയാൻ പറ്റുകയുള്ളൂ. റൈറ്റ്. പ്രചരിപ്പിക്കുന്നത് നുണയാണ്,
വർഗീയ വിദ്വേഷം വളർത്താൻ പാകത്തിലാണ് അതിൻ്റെ പ്രദർശനം, അതിനാണ് ശ്രമിക്കുന്നത്, സംഘപരിവാർ രാഷ്ട്രീയമാണ് തുടരാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഇതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് വലിയ വേവലാതി ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കേരളത്തിലെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ അവർ ഒരിക്കലും ഇത്തരം നുണപ്രചാരണങ്ങളിൽ വീണുപോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. സ്പെഷ്യൽ ഡിസ്കഷനോടെ അവസാനിക്കുന്നു. നന്ദി.